റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്കും ഇരു രാജ്യങ്ങളും കടക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള 2 മണിക്കൂർ നീണ്ടുനിന്ന ടെലിഫോൺ ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഐസൺ, ഈ 2 മണിക്കൂർ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു ഈ ചർച്ച ടെലിഫോണിലൂടെ നടക്കുമ്പോൾ. ഇത് മാത്രമല്ല, നമുക്കിനി അറിയേണ്ടത് സെലൻസ്കിയുടെ ഒരു പ്രതികരണം കൂടിയാണ്. വിവരങ്ങൾ എന്താണ്? വീണ, തീർച്ചയായും ഈ 2 മണിക്കൂർ നടന്ന ചർച്ചകളുടെ പ്രാധാന്യം പരിശോധിക്കുമ്പോൾ ഇതിന് നേരത്തെ നടന്ന ട്രംപിൻ്റെ ഒരു പ്രസ്താവന കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ട്രംപ് നേരത്തെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യ കാര്യമായ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ ഉപരോധങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തേണ്ടി വരുമെന്നൊരു നിലപാട് ഒരു വേളയിൽ, ഒരു പ്രത്യേക ഘട്ടത്തിൽ കൃത്യമായി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഉപരോധം ഉണ്ടാകും എന്ന രീതിയിലുള്ളൊരു നിർദ്ദേശം നൽകിയതിന് നേരെ വിപരീതമായൊരു മറുപടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. തീർച്ചയായും ആ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിച്ചിരിക്കുന്നു ഈ ടെലിഫോൺ കോൺവെർസേഷൻ എന്നാണ് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതായത് അമേരിക്കയുമായി വലിയ തോതിലുള്ള വാണിജ്യ ബന്ധങ്ങൾ തുടരാൻ റഷ്യ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ഉപരോധം നടപ്പാക്കുന്നതിനെ റഷ്യയ്ക്ക് അതിൽ ആശങ്കയുണ്ട്. റഷ്യ അതിന് അത്തരമൊരു പ്രശ്നത്തിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കൃത്യമായൊരു സന്ദേശം ട്രംപിന് നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉത്തരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഉടൻ തന്നെ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് കടക്കണമെന്ന ഒരു നിർദ്ദേശം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്നലെ സുദീർഘമായ 2 മണിക്കൂർ 2 രാഷ്ട്ര നേതാക്കൾ സംസാരിക്കുന്നു. അതും ഇത്രയും ശക്തമായ 2 രാഷ്ട്രങ്ങളുടെ നേതാക്കൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും ഗൗരവമേറിയ ചർച്ചകൾ അതിന് പിന്നിലും, അതായത് അതിൻ്റെ ഒരുക്കങ്ങളായും അതിനൊപ്പവും അതിന് പിന്നാലെയും നടന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ വിഷയത്തോട് അനുകൂലമായൊരു തീരുമാനമാണ് സെലൻസ്കിക്കുള്ളതെന്ന് ട്രംപ് തന്നെ സമൂഹമാധ്യമത്തിൽ കുറിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹവുമായി സംസാരിച്ചുവെന്നും ട്രംപ് കുറിക്കുന്നുണ്ട്. അത്തരത്തിൽ മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ അംഗരാജ്യങ്ങളുടെ എല്ലാം തന്നെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ ഇതിനെ അനുകൂലിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ പിന്തുണ ഈ വെടിനിർത്തലിനും അതുപോലെ തന്നെ ശാശ്വത സമാധാനത്തിനും ലഭ്യമാകുന്നു എന്നത് ആണ് ഈ ചർച്ചയിൽ ഏറ്റവും ഗൗരവതരമായി വന്ന ഒരു നേട്ടമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നേട്ടം തന്നെയാണ് വെടിനിർത്തലിലേക്കും ശാശ്വത സമാധാനത്തിലേക്കും നീങ്ങാൻ നടപടികൾ ആരംഭിക്കണമെന്ന് ട്രംപിനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. ശരിയായി.